ദേശങ്ങളൊക്കെ ആയിട്ട് പൂരപ്രേമികൾ ഇങ്ങനെ നിറഞ്ഞെത്തിക്കൊണ്ടിരിക്കുന്ന ഘടകപൂരങ്ങൾ ഒന്നൊന്നായി കടന്നു വരികയാണ് ഈ വടക്കുനാഥനിലേക്ക്. കണിമംഗലം ശാസ്താവിന്റെ വരവ് അതോടുകൂടി 36 മണിക്കൂർ നീളുന്ന പൂരത്തിന് ഇനി നിലയ്ക്കാത്ത പൂരാവേശത്തിന്റെ സമയമാണ് 36 മണിക്കൂർ. അപ്പോൾ അതിലേക്ക് എന്നാലും പൂരം കടന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പൂരപ്രേമികൾക്കിടയിൽ ആനപ്രേമികളുടെ എണ്ണം ഒരുപാടാണല്ലോ. അപ്പം അതിൽ ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്നാൽ അവർക്ക് വൻ ഹീറോ ആണ്. ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രമാത്രം ഒരു താരപരിവേഷം, അതൊരു ഗജവീരൻ വരുമ്പോൾ ഇങ്ങനെ ആർപ്പുവിളിക്ക് ഉയരുക പറഞ്ഞാൽ അത് അമ്പരപ്പിക്കും. അത്രമാത്രമാണ് ആ കാഴ്ച. ഇന്നലെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിന്റെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഈ തെച്ചിക്കോട്ട് രാമൻ കൊണ്ടുവന്നിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നെയ്തലക്കാവിലമ്മയുടെ തിടംപറ്റി വരുന്നത് രാമനാണ്. അപ്പോൾ രാമന്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അവിടെ MG ബിജു ചേരും. അതിനു മുമ്പ് നമുക്ക് ഇന്നലത്തെ ആ കാഴ്ച ഇത് കണ്ട ശേഷം മടങ്ങി വരാൻ തോന്നുന്നു. രാമൻ വന്നതും രാമ രാമ എന്ന വിളികളുമായി എത്ര പേരാണ് ചുറ്റുകൂടിയെന്നത്. പൂരപ്പറമ്പിലെ ആ കാഴ്ച കണ്ട ശേഷം മടങ്ങിയെത്താം പൂരപ്പറമ്പിലേക്ക് തന്നെ. വീരനാണവൻ, ഗജവീരൻ. ആനപ്രേമികളുടെ മനസ്സിൽ ഒന്നേയുള്ളൂ രാജാവ്, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. പണ്ടത്തെ കുറുമ്പൊന്നും ഇപ്പോഴില്ല. രാമ രാമ എന്ന് ഹൃദയം ചേർത്തുള്ള വിളികൾ കേൾക്കാം അവൻ പൂരപ്പറമ്പിലേക്ക് എത്തുമ്പോൾ. ആനപ്രേമികൾക്ക് അല്ല, രാമന്റെ ഇഷ്ടക്കാർക്ക് എത്ര പറഞ്ഞാലും തീരില്ല അവനെക്കുറിച്ചുള്ള സന്തോഷങ്ങൾ. രാമൻ എന്ന് പറയുമ്പോ നമുക്ക് എല്ലാ ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിൽ ആനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ തൃശ്ശൂർ നാട്ടിൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. തലക്കുഞ്ഞു മുതൽ അങ്ങോട്ട് താമരം വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ ശരിക്കും ഒരു ആനയെ കുറിച്ച് നമുക്ക് വർണ്ണിക്കാനായിട്ട് അതീതമായിട്ട് ഇപ്പൊ ഒരു നാടൻ ആനയെക്കാട്ട് നല്ലൊരു ആ കീഴ്ക്കൊമ്പാണെങ്കിൽ പോലും കീഴ്ക്കൊമ്പാണെങ്കിൽ പോലും അതിന്റെ ഭംഗി ഒന്ന് തന്നെയാണ്. ചെവി അടിച്ചാലും ഭംഗിയാണ്, ചെവി താങ്ങിയാലും ഭംഗിയാണ്. പല ആനകൾക്കും ചെവി അടിച്ചാൽ ഭംഗി ഉണ്ടായിരിക്കാം, പക്ഷെ താങ്ങിയ ഭംഗി ഉണ്ടാവില്ല. പക്ഷെ താങ്ങി കഴിഞ്ഞാൽ ഭംഗിയുണ്ട്. രണ്ടും കൂടി വ്യത്യാസമുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ രാമനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഒന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് പിന്നെ നമുക്കൊരു എന്താ പറയാ അത്ര ഇഷ്ടം തോന്നും. രാമനെത്തുമ്പോൾ ഇവർ തിങ്ങി നിറയുന്നത് അവന്റെ തലയെടുപ്പ് കാണാനാണ്. രാമൻ വന്നാൽ ക്യാമറകളും മൊബൈൽ ലെൻസുകളും മിഴിചുമ്മാൻ തുടങ്ങും. തെച്ചിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ അരുമയാണ് രാമൻ, ഭഗവതിയുടെ അരുമ സന്താനമെന്ന് അവിടത്തുകാർ. 95 കണ്ടംപുള്ളിക്കാളും മുകളിൽ തല പിടിച്ചിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുള്ളതാ. 95 കടുവയുടെ കാലത്ത് അങ്ങനെയാണ് ആനയ്ക്ക് പേരുണ്ടായിട്ടുള്ളത്. അതിനുശേഷം മണിയേട്ടൻ വന്നു. പിന്നെ മണിയേട്ടന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വരവ് പൂരത്തിനൊക്കെ പോയിട്ടുള്ളത്. അങ്ങനെയാണ് ഇതായിട്ടുള്ളത്. ഗജകേസരികളിലെ ഏക ഛത്രാധിപതി ഇല്ലാത്ത പൂരം അത് തൃശ്ശൂരുകാർക്ക് ആലോചിക്കാൻ കഴിയുന്നതേയല്ല. ഈ പൂരനഗരത്തിലെത്തുന്ന പൂരപ്രേമികളുടെ മനസ്സിൽ ഒരേ ഒരു താരമുള്ളൂ, ഒരു സൂപ്പർ ഹീറോ, രാമൻ. ഈ രാമൻ വന്നു രാമൻ പോയി എന്നുള്ള ഈ ആർപ്പുളിയൊക്കെ കേട്ട് എത്തിയപ്പോൾ അത് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. രാമനെ കാണാൻ തടിച്ചുകൂടിയെത്തുന്ന ജനങ്ങൾ അത് ആരെയും അമ്പരപ്പിക്കും. ക്യാമറമാൻ KP ധനേഷിനൊപ്പം തൃശ്ശൂരിൽ നിന്ന് എൽദോപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18. ഓക്കെ.